നിയമസഭയിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നതാണ്. അക്കൗണ്ട് പൂട്ടിയിട്ട് ഇപ്പോൾ കുറേ നാളായി. ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് 10 മുതൽ 15 വരെയൊക്കെ സീറ്റ് നേടുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരു നിയമസഭാ പ്രാതിനിധ്യം പോലും ഇല്ലാത്ത ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അതൊക്കെ സാധ്യമാകുമോ? 30 നിയമസഭാ മണ്ഡലങ്ങൾ എ ക്ലാസ് ആണ് അവരുടെ. എ ക്ലാസ് ജയിക്കുമെന്ന് ഉറപ്പുള്ളത്. ഒന്ന്, നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കി ആഞ്ഞധ്വാനിച്ചാൽ നേടിയെടുക്കാൻ കഴിയും. 30 എണ്ണമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതികൾ ആകെ മാറും. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനം. ഈ 2-ാം സ്ഥാനം എന്ന് പറയുന്നത് 1-ാം സ്ഥാനവുമായിട്ട് വലിയ അന്തരമില്ലതാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത് എത്ര ഇടത്ത് ബി ജെ പി കയറും എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. പലരും പറയും നേമം പിടിക്കും, വട്ടിയൂർക്കാവ് പിടിക്കും, കഴക്കൂട്ടം പിടിക്കും, കാട്ടാക്കട പിടിക്കും, മഞ്ചേശ്വരം പിടിക്കും, പാലക്കാട് പിടിക്കും. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു 2 മുതൽ 5 വരെ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഇതനുസരിച്ച്. പിന്നെ ഇപ്പം നമ്മൾ നേമം തന്നെ നോക്കുക. നേമത്തെ നമുക്ക് ഇപ്പോഴും ഉറച്ചു പറയാൻ കഴിയുമോ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിരിക്കും? കാരണം അവിടെ ശിവൻകുട്ടിയാണ് LDF സ്ഥാനാർത്ഥി. അതുകൊണ്ടാണ് എനിക്കൊരു സംശയമുള്ളത്. കാരണം തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് അവിടെ മുഴുവൻ ശിവൻകുട്ടിയുണ്ട്. ശിവൻകുട്ടിക്ക് അത്രയും ബന്ധമുണ്ട്. ശിവൻകുട്ടി അണ്ണൻ. അതെ, അണ്ണൻ. ശിവൻകുട്ടിക്ക് ആരുടെ തോളിൽ കൈയിട്ടും പേരെടുത്ത് സംസാരിക്കാൻ അറിയാം. ആരുടെ അടുക്കളയിലും കയറി ചെല്ലും. ബന്ധമുണ്ട്. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ അതൊന്നും കാണിക്കാതെ വലിയ താരപരിവേഷത്തിൽ നിൽക്കുന്നു എന്നല്ല അർത്ഥം. രാജീവ് ചന്ദ്രശേഖർ വേറൊരു ലെവലാണ്. ഇപ്പൊ തരൂര് വേറൊരു ലെവലല്ലേ. അതെ, അവരുടെയൊക്കെ പ്രൊഫൈൽ വേറെ തരത്തിലാണ്. ഇവർക്കൊക്കെ വിഷനുണ്ട്. രാജീവ് ചന്ദ്രശേഖരനായാലും തരൂരിനായാലും. തരൂരിന് അമിത വിഷനാണ്. തിരുവനന്തപുരത്ത് നിന്ന് 2009 ജയിച്ചു പോയ പറഞ്ഞു തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കുക. തിരുവനന്തപുരം പഴയതുപോലെ തന്നെ കിടക്കുക. അദ്ദേഹം ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന്റെ കാര്യത്തിൽ ആ ഒരു സംശയമേ ഉള്ളൂ. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശബരിനാഥ, അത് വലിയ പ്രയോജനമൊന്നുമില്ല. ശബരിനാഥിനെ എന്തിനു കൊണ്ട് മത്സരിക്കാം അത്ര ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് പറയാം. ഇവര് വിചാരിക്കുന്ന ഇനിയിപ്പോ അവിടെ കവടിയാർ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നും പറഞ്ഞാണ് കോൺഗ്രസ്സുകാർ കാത്തിരിക്കുന്നത്. കവടിയാർ വാർഡിൽ നിന്നാണല്ലോ ജയിച്ചു പോയിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ നിൽക്കുന്നു. നേമത്തെ കാര്യം, നേമമാണ് ഇവർ വലിയ നോട്ടമിട്ടിരിക്കുന്നത്. പക്ഷെ നേമത്തെക്കാൾ കടുത്ത മത്സരം നടക്കുന്നു. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ചവരായിട്ട് നിൽക്കുന്ന ഒരിടമാണ് തൊട്ട് ചേർന്ന് കിടക്കുന്ന വട്ടിയൂർക്കാവ്. മുരളീധരനും VK പ്രശാന്തും ശ്രീലേഖയും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവിടെ BJP 2-ാം സ്ഥാനത്ത് എത്തിച്ചത് കുമ്മനമാണ്. CPM 3-ാം സ്ഥാനത്ത് പോയിട്ടുണ്ട്. 2016 TN സീമയാണ് അന്ന് മത്സരിച്ചത്. 3-ാം സ്ഥാനത്ത് പോയി. ആ 3-ാം സ്ഥാനത്ത് പോയ ആ മണ്ഡലത്തെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിരുന്ന പ്രശാന്ത്, മേയർ ബ്രോ എന്ന വിശേഷണമൊക്കെയുള്ള പ്രശാന്താണ് തിരിച്ചു പിടിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ കൂടെ കിട്ടി. 21 ആവർത്തിച്ചു വിജയം. പിന്നെ മുരളീധരനും ഈ മണ്ഡലം നല്ല പരിചയമാണ്. അതുകൊണ്ട് അങ്ങനെ മുരളീധരൻ ഒരു കണക്കുകൂട്ടലില്ലാതെ വന്ന് നിൽക്കത്തില്ല. BJPക്ക് സാധ്യതയും ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡുകളുടെ എണ്ണത്തിലും BJPക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടം പറയുന്നുണ്ട്. കഴക്കൂട്ടവും നമ്മൾ ഈ പറയുന്നത് പോലെ അവിടെ കോൺഗ്രസിന്റെ അതിദുർബലനായ സ്ഥാനാർത്ഥിയാണ് ശരത്ചന്ദ്ര പ്രസാദ്. അതുകൊണ്ട് അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കഴിഞ്ഞ നമ്മുടെ ഡോക്ടർ SS ലാലായിരുന്നു. SS ലാൽ 3-ാം സ്ഥാനത്തെങ്കിലും മാന്യമായി വന്നു. ശരത്ചന്ദ്ര പ്രസാദ് അതിലും താഴേക്ക് എത്ര പോകാമോ അത്രയും. ഈ കടകംപള്ളിക്ക് അവിടെ മണ്ഡലത്തിൽ ചില പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ഈ ഹൈന്ദവ ആരാധനാലയങ്ങളിലേക്ക് ധാരാളം ഫണ്ട് ഒഴുകിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളില് മുൻ ദേവസ്വം മന്ത്രി കൂടിയായിരുന്നു. അവിടെ ഈ ശബരിമല ഇടത്താവളം നിർമ്മിച്ചിരിക്കുന്ന കഴക്കൂട്ടത്തുള്ള മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്ന് 10 കോടി ചെലവഴിച്ച് പിണറായിയാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്കൊക്കെ ധാരാളം കോടികൾ ഫണ്ട് അനുവദിച്ച് അവർക്ക് ഓഡിറ്റോറിയം, മറ്റ് സൗകര്യങ്ങളെ ഒക്കെ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ക്രൈസ്തവ ആരാധനാലയങ്ങൾ നോക്കണേ.
BJPക്ക് അവിടെ ശബരിമല ഇവിടെ രാഷ്ട്രീയ ആയുധമാക്കുന്നില്ല ഇവര്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. വേണ്ട തരത്തിൽ അത് രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയാതെ പോകുന്നു. കഴക്കൂട്ടം മണ്ഡലത്തിൽ അത് ചർച്ച ചെയ്യുന്നില്ല. എന്തിന്? തിരുവിതാംകൂർ ഇതിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ BN വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂരിൽ പോലും സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ആരെയാണ്? 2020 അവിടെ പോലും BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കി മത്സരിപ്പിക്കണമായിരുന്നു. ശബരിമല വിഷയം ചർച്ച ചെയ്യണമായിരുന്നു. ശബരിമല സ്ഥിതി ചെയ്യുന്ന റാന്നി മണ്ഡലത്തിലും അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവരിങ്ങനെ ചില മണ്ഡലങ്ങൾ പ്രതീക്ഷ വെച്ച് പോകുന്നു. പിന്നെ ഇപ്പൊ എല്ലാവർക്കും പ്രതീക്ഷ നിയമം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിയമത്തിനേക്കാൾ പ്രധാനമായിട്ടും കാണുന്നത് പാലക്കാടാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ടാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും LDFന്റെ സ്ഥാനാർത്ഥിക്കും ഭയമുള്ളത്. ശോഭാ സുരേന്ദ്രനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏവർക്കും അറിയാം അവിടെ എന്തെങ്കിലും സംഭവിക്കും. ശോഭ വിജയിച്ചാൽ അവിടെ അത്ഭുതപ്പെടേണ്ട കാര്യം പോലും ഇല്ല എന്നുള്ളതാണ്. 2016 മത്സരിക്കുമ്പോൾ 2011 വോട്ട് ഇരട്ടിച്ചു. 2011 BJP സ്ഥാനാർത്ഥി 20,000-ലധികം വോട്ട്, 16 വന്നപ്പോൾ ശോഭാ സുരേന്ദ്രന് 40,000-ലധികം വോട്ട് കിട്ടി. ഇത് നമ്മൾ പിന്നീട് ആറ്റിങ്ങലും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലും ഒക്കെ കണ്ടതാണ്. പിന്നെ ഇവർക്ക് പറയുന്നത് ഇപ്പം മഞ്ചേശ്വരം നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ ഒക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. എത്രയോ മുമ്പ് ഇവരുടെ കൈകളിൽ എത്തിക്കാവുന്ന ഒരു മണ്ഡലമാണ്. BJPയുടെ ഒരു പിടിപ്പുകേടും K സുരേന്ദ്രന്റെ പിടിപ്പുകേടുമാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ കണ്ടത്. വെറും 89 വോട്ടിന് പരാജയപ്പെട്ടിരുന്നു. ഈ തൃപ്പൂണിത്തറയില് K ബാബു സ്വരാജിനോട് 2016 പരാജയപ്പെട്ടത് വെറും നിസ്സാരപ്പെട്ട വോട്ടുകൾക്കാണ്. K ബാബുവിന് അരിശം ഉണ്ടായിരുന്നു. കാരണം 2011 ഈ ബാർക്കോഴയെല്ലാം കഴിഞ്ഞിട്ട് 16 വന്നപ്പോൾ LDF തരംഗമാണ്. എന്നിട്ട് ഈ K ബാബു മണ്ഡലത്തിൽ നിന്നും 5 വർഷം ഈ മണ്ഡലം തിരിച്ചു പിടിച്ചു. അല്ല, അതിൽ സ്വരാജിന് നല്ല പങ്കുണ്ട്. അതെ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അതെ, ഈ ശബരിമല വിഷയത്തിലൊക്കെ അല്ലേ? അല്ല, സ്വരാജ് ജനങ്ങൾക്ക് ആക്സസ് ഇല്ലാത്തൊരു നേതാവ് എന്ന നിലയിലാണ് അറിയപ്പെട്ടത്. കാര്യം K ബാബു എന്ന് പറയുന്ന എല്ലായിടവും ഇവിടുത്തെ ഒരു ശിവൻകുട്ടിയാണ് അവിടെ എല്ലായിടത്തും ചെന്ന് പേരെടുത്ത് വിളിക്കുക. അതെ. അല്ല, പിന്നെ ശബരിമലയെ കുറിച്ച് മോശപ്പെട്ട പരാമർശം നടത്തി. അതെ, അതൊക്കെ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെ K ബാബുവിനോട് മധുര പ്രതികാരം വീട്ടിയിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ മാന്യമായിട്ട് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മത്സര രംഗത്തുനിന്ന് മാറുകയും ചെയ്തു. ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ തന്നെയാണ്. ശിവൻകുട്ടിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്, എല്ലാവരും അത് കാണുന്നതുമാണ്. എന്നാലും എന്തിനാണ് രാജീവന് ഈ 2 പൂട്ടാനുള്ള താഴും താക്കോലും ഒക്കെ ആയിട്ടാണ് നിയമത്തേക്ക് വന്നിരിക്കുന്നത്? അതെന്താണെന്ന് നമുക്കിനി കാത്തിരിക്കാം. അല്ല, എൻ്റെ ഒരു ഡൗട്ട്, ഇപ്പൊ നമ്മള് ഈ BJP ഈ പറയുന്ന 30 സീറ്റുകളൊക്കെ പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ ഒരു മുന്നേറ്റത്തിന്റെ കണക്ക് വെച്ചാണ്. പക്ഷെ ദേശീയ രാഷ്ട്രീയം അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്, സംസ്ഥാന രാഷ്ട്രീയമാണല്ലോ. അപ്പൊ ആ അന്തരം ഇവരിതെങ്ങനെ പരിഹരിക്കും? അതിപ്പോ ഇവിടെ ഇപ്പം ഞാൻ ചോദിച്ചിട്ട് പിണറായി വിരുദ്ധ തരംഗമൊക്കെ ഉണ്ടെങ്കിൽ പോലും മണ്ഡലത്തിലെ MLA-മാർക്ക് പല സ്ഥാനങ്ങളും അവർക്കുണ്ട്. അതാണ് അവര് മുതലാക്കി വോട്ടാക്കി മാറ്റുന്നത്. ഇത് വേണ്ട തരത്തില് പ്രതിരോധിക്കാനൊന്നും ഇവർക്ക് കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു കേരളത്തില് ഒരു LDF തരംഗമുണ്ടായാൽ BJPക്ക് ഒരു 2 മുതൽ 10 സീറ്റ് വരെ കിട്ടും. LDF തരംഗമുണ്ടായാൽ. മറിച്ച് UDF തരംഗമുണ്ടായാൽ ഏറിയാൽ 2-0 എത്താം. അതായത് സാർ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രതിപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകില്ല, ആ നേട്ടം BJPക്ക് കിട്ടും. LDF തരംഗം ഉണ്ടാകുകയാണെങ്കിൽ ഇവർക്ക് 2 മുതൽ 10 സീറ്റ് വരെ. UDF തരംഗത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവർക്ക് 0 ഏറിയാൽ 2-ലും. അതായത് പ്രതിഷേധ വോട്ടുകൾ കംപ്ലീറ്റ് UDF ക്യാൻവാസ് ചെയ്യുന്നു, BJPക്ക് അതിൽ റോളില്ല, UDF അധികാരത്തിൽ വരുന്നു. അല്ല, BJP എന്താ കേരളത്തിൽ അധികാരത്തിൽ വരുമോ, അവർ ഭരിക്കാൻ പോകുന്നില്ല എന്ന് കണക്ക് കൂട്ടുന്നവർ ഉണ്ടെന്നുള്ളതാണ്. അതായിരിക്കും കാണാൻ പോകുന്നത്. മറ്റൊരു സാധ്യതയും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കാര്യം ഈ ന്യൂനപക്ഷ വോട്ടുകൾ അത് ഇപ്പോൾ BJP ഇങ്ങനെ ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, BJP ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നൊരു ആശങ്ക ഉണ്ടാകുകയാണെങ്കിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് UDFലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ UDFിന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാവും. അവരുടെ അപ്പം VD സതീശന്റെ ഒക്കെ
പ്രതീക്ഷ കയറി പോകുമെന്നുള്ളതാണ് അല്ലേ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.